അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ന്യൂയോർക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠന റിപ്പോർട്ടാണ്. മ്യൂസിക് പ്രിഫറൻസ്, ഡാൻസ് മ്യൂസിക് പ്രിഫറൻസ് ഈസ് പോസിറ്റീവ്ലി റിലേറ്റഡ് ടു ദ യൂസ് ഓഫ് കാനബിസ് ആൻഡ് MDMA ആൻഡ് കൊക്കൈൻ. More specifically, respondents who reported liking dance music have significantly higher odds of using cannabis, MDMA and cocaine more often than those that reported not liking dance music. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണിത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സൂംബ ഡാൻസ് നമ്മളുടെ വിദ്യാർത്ഥികൾക്കിടയിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതലായി MDMAയും കൊക്കൈനും ഉപയോഗിക്കുന്നത് ഡാൻസ് ഇഷ്ടപ്പെടുന്ന, നൃത്തരൂപങ്ങൾ ഇഷ്ടപ്പെടുന്ന, അതിൽ അഡിക്റ്റഡ് ആയ ആളുകളാണ് എന്ന് കൃത്യമായിട്ട് ഈ ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരികയാണ്. അതിലവർ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ഓഡ്സ് ഓഫ് യൂസിങ് കാനബിസ്, MDMA ആൻഡ് കൊക്കൈൻ മോർ ഓഫൻ ദാൻ ദോസ് ദാറ്റ് റിപ്പോർട്ടഡ് നോട്ട് ലൈക്കിംഗ് ഡാൻസ് മ്യൂസിക്. ഡാൻസ് മ്യൂസിക് അല്ലെങ്കിൽ നൃത്തരൂപങ്ങളും അതുപോലെ ആസ്വാദ്യമായ മ്യൂസിക്കുകളും ആസ്വദിക്കാത്ത ആളുകളെക്കാൾ കൂടുതൽ ഇത്തരത്തിൽ നൃത്തച്ചുവടുകൾ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് ഈ രൂപത്തിലുള്ള ലഹരി ഉപയോഗം കൂടുതൽ എന്ന് ഈ റിപ്പോർട്ട് നമ്മളെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ലഹരിയും ഡാൻസും തമ്മിൽ വളരെ കൃത്യമായ ബന്ധമുണ്ട്. ആ സമയത്താണ് വ്യായാമം എന്നുള്ള മറവിൽ ഒളിച്ചു കടത്തുകയാണ് നമ്മളുടെ സ്കൂൾ പാഠ്യപദ്ധതിയിലേക്ക് സൂംബ ഡാൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെയൊക്കെയും പാഠ്യപദ്ധതി വളരെ കൃത്യമായ സംസ്കാര സമ്പന്നമായ ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതുപോലെ ചട്ടക്കൂട്ടിലും അധിഷ്ഠിതമായ കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പുതിയ കാലത്ത് കൃത്യമായ രീതിയിൽ നിരീശ്വരവാദവും അതുപോലെ തന്നെ ലിബറലിസ്റ്റ് ചിന്താഗതിയും, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന, അതായത് ഓരോരുത്തരും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളിൽ അതിൽ ആർക്ക് സ്ഥാനമില്ല, രക്ഷിതാവിന് സ്ഥാനമില്ല, അധ്യാപകന് സ്ഥാനമില്ല. കുട്ടി എന്താണോ ആഗ്രഹിക്കുന്നത്, കുട്ടിയുടെ സ്പെഷ്യൽ ചോയ്സിലേക്ക് മാറുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ പറയപ്പെട്ട ന്യൂയോർക്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ റിപ്പോർട്ട് പ്രസക്തമാകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള MDMA പോലത്തെ ലഹരി പദാർത്ഥങ്ങൾ, കൊക്കൈൻ പോലത്തത് ഉപയോഗിക്കുന്നത് നൃത്തച്ചുവടുകൾ ആഗ്രഹിക്കുന്ന, അതിൽ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായി പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാം ഇത് വിലക്കപ്പെട്ടത് നൃത്തച്ചുവടുകളും അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളും കൃത്യമായിട്ട് ഇസ്ലാം ഹാനികരമാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതുമൂലമുണ്ടാകുന്ന സാമൂഹിക ഭവിഷ്യത്ത് കൊണ്ടാണ്, അതുമൂലമുണ്ടാകുന്ന ധാർമ്മികമായ മൂല്യച്യുതി കൊണ്ടാണ്. കൃത്യമായിട്ട് ആ ധാർമ്മിക ബോധമില്ലായ്മയിൽ നിന്ന് നമ്മളുടെ തലമുറയെ, നമ്മളുടെ വിദ്യാർത്ഥികളെ നമ്മൾക്ക് രക്ഷിച്ചെടുക്കണമെങ്കിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ ആവശ്യമാണ്. അതിന് ഈ രൂപത്തിലുള്ള നൃത്തച്ചുവടുകളല്ല പരിഹാരം എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും.